ഗുരുഭ്യോ നമഃ. ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്ന പുണർതം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുഫലങ്ങളും സ്വഭാവങ്ങളും മറ്റ് വിശേഷങ്ങളുമാണ് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോണത്. നമ്മൾ ഓരോ നക്ഷത്രത്തിന് കഴിഞ്ഞു. അപ്പോൾ തിരുവാതിര വരെ കഴിഞ്ഞു. ഇന്ന് പുണർതമാണ്. അപ്പോൾ പുണർതം നക്ഷത്രത്തിൽ ജനിക്കുന്ന പുരുഷന്മാർക്ക് ആലോചനാശീലം വളരെ കൂടുതലായിരിക്കും. എന്ത് കാര്യം ചെയ്യണമെങ്കിലും അവർ പല വട്ടം ആലോചിച്ച് അതിൻ്റെ വരും വരാകളെ കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യം അവർ ചെയ്യും. മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യം ഉണ്ടാവും. മറ്റുള്ളവരെ സഹായിക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും. സഹനശക്തി, അവരുടെ ക്ഷമാശീലം ഇവരിൽ കൂടുതലായിരിക്കും. പഠന കാര്യങ്ങളിൽ ഇവരെ എപ്പോഴും മുൻപന്തിയിലായിരിക്കും. വളരെ ശ്രദ്ധയുണ്ടാവും പഠന കാര്യങ്ങളിൽ. അതുപോലെ എന്ത് ദുഃഖങ്ങൾ ഉണ്ടായാലും അത് ഉള്ളിൽ ഒതുക്കാനുള്ള ഒരു മനഃശക്തി ഉള്ളിൽ കൊണ്ടു നടക്കും. ഉള്ളിൽ അത് പുറമെ പ്രകടിപ്പിക്കാണ്ട് ഉള്ളിൽ തന്നെ കൊണ്ടു നടക്കുന്ന ഒരു ശീലമായിരിക്കും ഇവർക്ക്. അത് സഹിക്കാനുള്ള കഴിവും അവർക്ക് ഉണ്ടാവും. രോഗങ്ങളെ കൊണ്ടുള്ള ക്ലേശങ്ങൾ ഇവര് ചിലർക്ക് കണ്ടുവരുന്നു. സൗന്ദര്യം, ബന്ധുഗുണം, നല്ല പെരുമാറ്റം, ഇതൊക്കെ ഇവരിൽ സാധാരണ ഉണ്ടാവും. സുഹൃത്ത് ബലം ചിലർക്ക് വളരെ കുറവായിരിക്കും. കൂടുതൽ സുഹൃത്തുക്കൾ ഉണ്ടാവില്ല. ദാഹശീലം, ഭയങ്കര ദാഹമായിരിക്കും ഇവർക്ക്. പൊതുവെ ദാഹശീലം കൂടുതലായിരിക്കും. അങ്ങനത്തെ ഒരു ഇതും കണ്ടുവരുന്നുണ്ട്. തനിക്ക് ശരിയല്ലെന്ന് തോന്നുന്ന കാര്യം ആരോടായാലും വെട്ടിത്തോന്ന് പറയാൻ ഇവർക്ക് നല്ല ധൈര്യം. അത് ആരാണെന്ന് നോക്കൂല. ആരോടായാലും അവര് തുറന്ന് പറയും. ഇവർ തൊഴിൽ മേഖലയിൽ സ്ഥിരത ഉണ്ടാവില്ല. സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് നിൽക്കില്ല. അങ്ങനത്തെ അതുപോലെ പല തൊഴിലുകൾ ഇവർ ചെയ്യാം. അങ്ങനെയൊക്കെ ഉള്ളൊരു ശീലം ഉണ്ടാവും അവർക്ക്. മറ്റുള്ളവരിൽ നിന്ന് എന്ത് ലഭിച്ചാലും, ബന്ധുക്കളിൽ നിന്നോ കൂട്ടുകാരിൽ എന്ത് ലഭിച്ചാലും അവർക്ക് വളരെ കാര്യമായിരിക്കും. വളരെ സന്തോഷമായിരിക്കും. എന്ത് ലഭിച്ചാലും ഇന്ന കാര്യമൊന്നുമില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു ശീലമായിരിക്കും ഇവര്. അങ്ങനത്തെ ആയിരിക്കും ഇവരുടെ ശീലം. എന്ത് കാര്യത്തിലും ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കും. പ്രസന്ന ചിത്തരായിരിക്കും ഇവര്. എപ്പോഴും നല്ല പ്രസന്നമായിട്ടായിരിക്കും അവർ ഇരിക്കുന്നത്. അതുപോലെ ജനിച്ച വീട്ടിൽ നിന്ന് അവരുടെ സ്ഥലത്ത് നിന്ന് മാറി താമസിക്കാനുള്ള ഒരു ശീലം, മാറി താമസിക്കാനുള്ള ഒരു യോഗം ഇവർക്ക് ഇങ്ങനെ ഉണ്ടാവും. സാമ്പത്തികമായി ഇടത്തര തട്ടിലായിരിക്കും മിക്കവാറും പുണർതം നക്ഷത്ര ആൾക്കാർ. മിക്കവരും തടിച്ച ശരീരപ്രകൃതി, പുരുഷന്മാരുടെ പ്രത്യേകിച്ച് തടിച്ച ശരീരപ്രകൃതി ആയിരിക്കും ഇവർക്ക്. രോഗം ഉണ്ടെങ്കിൽ ഇവരിൽ മിക്കവരും അത് പുറത്ത് പ്രകടിപ്പിക്കുകയില്ല, ആരോടും പറയുകയില്ല. അവസാനം അത് കൂടുതലാകുന്നത് വരെ ഇങ്ങനെ കൊണ്ടു നടക്കും. കൂടുതലായി കഴിയുമ്പോൾ പിന്നെ അറിയാണ്ട് വരില്ല. അപ്പോഴേ ഇത് അറിയുള്ളൂ. ഇവരെ ശീലത. ചിലര് ആത്മവിശ്വാസക്കുറവ് കണ്ടുവരുന്നു. ഒന്നിനും ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല. ചില കുടുംബജീവിതം അത്രയ്ക്ക് ശോഭനമായിരിക്കില്ല. അതുപോലെ ഭാര്യയ്ക്ക് രോഗങ്ങളോ ലൈംഗിക താല്പര്യക്കുറവോ അല്ലെങ്കിൽ ഭാര്യ അടുത്തില്ലാത്ത ഒരവസ്ഥയോ വന്നു ചേരും. ചിലർക്ക് ഭാര്യ വിരഹം അനുഭവപ്പെടുന്നുണ്ട്. ഭാര്യമാരിൽ മിക്കവരും ഭർത്തൃഭക്തി ഉള്ളവരായിരിക്കും. കുടുംബ ഭരണ പാഠവം ഇവർക്ക് ശരിക്കും ഉണ്ടാവും. അതുപോലെ ഇവരിലെ ഈ അധ്യാപകര്, അഭിഭാഷകര്, അതുപോലെ ജേർണലിസ്റ്റുകള്, സാഹിത്യാദി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാര്, അതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാര്, സർക്കാർ ഉയർന്ന അധികാരമുള്ള തസ്തികകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാര്, അങ്ങനെയൊക്കെയാണ് ഈ പുണർതം നക്ഷത്രക്കാരന് മിക്കവരും കണ്ടുവരുന്നത്. ഇനി പുണർതം നക്ഷത്ര സ്ത്രീകൾ ആചാര അനുഷ്ഠാനങ്ങളിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും. താല്പര്യം ഉണ്ടാവും അവർക്ക്. ഭർത്തൃഭക്തിയും കുടുംബാംഗങ്ങളോടും മറ്റുള്ളവരും ഭയങ്കര ബഹുമാനവും സ്നേഹവും ഉണ്ടാവും അവർക്ക്. എതിർക്കേണ്ട കാര്യങ്ങൾ എതിർക്കുവാനും ചെയ്യേണ്ട കാര്യങ്ങൾ തക്ക സമയത്ത് ചെയ്യാനും അവർക്ക് താല്പര്യം ഉണ്ടാവും. അവരതുപോലെ ചെയ്യുകയും ചെയ്യും. മനഃശക്തി ഉണ്ടാവും അതിന്. സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഇവർക്ക് ഉണ്ടാവും.
യോഗവും ഭാഗ്യം ഉണ്ടാവും. എല്ലാവിധ കുടുംബ ജീവിത സുഖാനുഭവങ്ങളും ഇവരിൽ മിക്കവർക്കും ഉണ്ടാവും. അതിനുള്ള യോഗമുണ്ട്. മാർദ്ദവമേറിയ മേനിയും അഴകോടുകൂടിയ ശരീരവും ഇവർക്ക് ഉണ്ടാവും. സ്ത്രീകൾക്ക്, ഗുണനക്ഷത്ര സ്ത്രീകൾക്ക് അഹങ്കാര സ്വഭാവം ഇവരിൽ ഉണ്ടാവില്ല. മിക്കവരും മിത ഭാഷണ പ്രിയരായിരിക്കും. ഒരുപാട് ഇങ്ങനെ സംസാരിക്കില്ല. മിതഭാഷണ പ്രിയരായിരിക്കും. ഇടത്തരം ശരീരപ്രകൃതി ആയിരിക്കും മിക്കവാറും പുണർദം നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക്. കുടുംബ ജീവിത സൗഖ്യവും സന്താന സൗഭാഗ്യവും ഇവർക്കുണ്ടായിരിക്കും. പുണർദം നക്ഷത്രക്കാർക്ക് കരൾ സംബന്ധമായ രോഗങ്ങള്, ഉദര സംബന്ധമായ രോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, ശിരോരോഗങ്ങള്, അതുപോലെ പ്രമേഹം, രക്തസംബന്ധമായ രോഗങ്ങള്, പിന്നെന്താ ഹൃദ്രോഗം, കഫക്കെട്ട്, ആർത്തവ ക്രമക്കേടുകള്, ഇങ്ങനെയൊക്കെ ഉള്ള രോഗങ്ങളിൽ ചിലത് പിടിപെടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഇതെല്ലാമാണ് പുണർദം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരുടെ പൊതുവെ ഉള്ള സ്വഭാവവും അതുപോലെ തന്നെ ഫലങ്ങളും മറ്റും. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനല് നിങ്ങൾ എല്ലാവരും കാണുവാനും സബ്സ്ക്രൈബ് ചെയ്താനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നമസ്തേ.